ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ DJI മൈക്ക് 2 ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് എൻ്റെ DJIയുടെ മൈക്ക് 1 അവൈലബിൾ ആണ്. ഈ ഒരു മൈക്ക് മാറ്റി ഞാൻ എന്തുകൊണ്ട് ഈ ഒരു മൈക്ക് മേടിച്ചു, ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഞാൻ ഈ ഒരു മൈക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഏകദേശം 2 മാസം കഴിഞ്ഞു. എനിക്ക് ഉണ്ടായ അനുഭവങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. നെഗറ്റീവ്സ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല, കാശ് കൊടുത്ത് മേടിച്ചതാണ്, ആമസോണിൽ നിന്ന് മേടിച്ചതാണ്, ലോൺ എടുത്ത് മേടിച്ചതാണ്. അപ്പം ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു വീഡിയോ ആണ് ഞാൻ ഇന്നിപ്പം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് കാണാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explore. ഏറെ നാളായി ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കയറി കൂടിയിട്ട് പെട്ടെന്ന് പിന്നെ അൺബോക്സ് ചെയ്തേക്കാം. യെസ്, ദേ ഇരിക്കുന്നത് നമ്മുടെ ഐറ്റം. 45,990 രൂപ വരുന്നു. ഓപ്പൺ ചെയ്ത് നല്ല ബോക്സ് ഒക്കെയാണ്. യെസ്, നല്ലൊരു ക്യാരി ബാഗ് ആണ് നമ്മുടെ പഴയ DJIയുടെ മൈക്ക്. അപ്പം ഞാൻ തുറക്കുകയാണ്. യെസ്, നമ്മുടെ മെയിൻ ഐറ്റം പ്രസ് ടു അൺലോക്ക്. പീൽ ഓഫ് ചെയ്യണം. നമുക്കിത് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്കിൽ വെക്കുന്ന വിൻഡ് റിഡക്ഷൻ യൂസ്, ഒരു വിൻഡ് റിഡക്ഷൻ ഇതിനകത്തുണ്ട്. അടുത്ത് A to C, പിന്നെ ഒരു 3.5ൻ്റെ ഒരു കേബിൾ. പഴയതിനെ അപേക്ഷിച്ച് ഒന്ന് L ഷേപ്പ് ആക്കിയിട്ടുണ്ടെന്ന് മാത്രം. മറ്റതിലും ഇതുപോലെ DJIയുടെ ലോഗോയും കൂടെ കൊടുത്തിട്ടുണ്ടോ. പിന്നെ ഈ ബാഗിനകത്ത് വേറെ ഒന്നുമില്ല. ക്യൂട്ട് ബാഗാണ് ഉള്ളത് പറയണം. കാരണം ഈ ഒരു മൈക്കിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെ നമുക്ക് പറയാം. ഇതൊക്കെ നമുക്ക് ക്യാരി ചെയ്യാനോ കേബിൾ വെക്കാനോ സാധനവും നമ്മുടെ ഇല്ല. നമുക്ക് നമ്മുടെ ഐറ്റം ഒന്ന് പൊട്ടിച്ച് നോക്കാം. താഴെ ഒന്ന് പ്രസ് ചെയ്യാനാണ് പറയുന്നത്. കണ്ടോ, പ്രസ് ചെയ്തു. വാ, അടിപൊളി മക്കളെ, കിടുക്കാച്ചി എന്ന് പറയുന്നത് നോക്കിയാൽ കിടുവാണ് സാധനം. ഭയങ്കര ഇതാണ് കേട്ടോ. കാരണം എന്താണെന്ന് പറയുക, എനിക്ക് ഇതുപോലത്തെ ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ്. കാരണം പുതിയ ഏതൊരു ഐറ്റം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു ക്യൂട്ട്നെസ്, എന്താ പറയേണ്ടത്, പറയാൻ വാക്കുകളില്ല. ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്, അതായത് നമ്മുടെ ഹെഡ് യൂണിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇവനാണ് നമ്മുടെ തല. അപ്പോൾ ഇതിനകത്ത് ലാംഗ്വേജ് സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് തിരിച്ചു കഴിഞ്ഞാൽ യെസ്, കറക്റ്റ് കേട്ടോ. തിരിക്കുമ്പോൾ മാറുന്നുണ്ട്. ഓക്കെ, സംഗതി കിടുക്കാച്ച കേട്ടോ, രക്ഷയില്ല. ഇനി ടച്ച് ചെയ്ത് നോക്കാം മാറുമോ എന്ന്. യെസ്, അന്നേരവും മാറുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ്. ഇത് പ്രസ് ചെയ്താൽ മതി എന്നാണ് ഞാൻ അറിഞ്ഞത്. യെസ്, അത് നെക്സ്റ്റ് അടിക്കണമായിരുന്നു. ഓക്കെ, അപ്പം 2024 ഡേറ്റ്, കറക്റ്റാണ്. 9ാം മാസമാണ്. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് 8ാം തീയതി തന്നെയാണ്. അപ്പോൾ കറക്റ്റ്. യെസ്, എവറിത്തിങ് ഇസ് കറക്റ്റ്. ഒന്നുകൂടെ പ്രസ് ചെയ്തു. ടൈം 12:38. ഓക്കെ, ഇപ്പോൾ അതിൽ മൈക്കൊന്നും കണക്റ്റഡ് അല്ല. ഞാൻ ഒരു മൈക്കിങ് എടുക്കുകയാണ്. സംഗതി എനിക്കിത് ആദ്യം ഇറങ്ങിയ സമയത്ത് എനിക്ക് ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യം എന്താണെന്നും കൂടി ഞാൻ എല്ലാവരായിട്ടും ഒന്ന് ഷെയർ ചെയ്യാം. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. അതായത് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഇതിനകത്ത് എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ എനിക്ക് പഴയതിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇഷ്ടപ്പെടാത്തതും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് പുതിയത്, ഇത് പഴയത്. ഈ പഴയത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, അതായത് ഇത് DJIയുടെ കമ്പനി മൈക്കൊക്കെ ഇരിക്കുമ്പോൾ കാണുമ്പോൾ ഒരു ലുക്കുണ്ട്. പക്ഷേ അതേ സ്ഥാനത്ത് ഇതാണെങ്കിൽ ഇതിപ്പോൾ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. DJI ഒക്കെ എടുത്ത് കാണുന്നുണ്ട്. പക്ഷേ ഇതിനകം ട്രാൻസ്പെറൻ്റ് ആണ്. അതായത് നമുക്കിങ്ങനെ നോക്കിയാൽ കാണാൻ സാധിക്കും. പക്ഷേ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ കാണുമ്പോൾ ഒരു കിടുകാച്ച് ലുക്കുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇനി സൈഡ് ടു സൈഡ് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ബാക്ക് പോർഷൻ ആദ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ ഒരു DJIയുടെ മൈക്കിൻ്റെ ബാക്കിൽ വരുന്ന മാഗ്നറ്റിനുണ്ടായിരുന്നൊരു പ്രശ്നമാണ് ഇത് പെയിൻറ്റ് പോകുക എന്നുള്ളത്. അതായത് നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊരു ലോക്കൽ ഫീലായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ആ ഒരു ഇത് ഇവിടെ മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഈ ഒരു മാഗ്നറ്റിന് മൈ ഗോഡ്, കുറച്ച് തിക്നെസ് കൂടുതലാണ്, കട്ടി കൂടുതലാണെന്ന് തന്നെ നമുക്ക് പറയാം. സംഗതി കിടുവാണ്. ചാർജിങ്ങിൻ്റെ നോക്കാം. ഇത് രണ്ടും രണ്ട് രീതിയാണ് കണ്ടോ. അപ്പോൾ അതായത് ഞാൻ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് സിംഗിളായിട്ടുള്ള മേടിക്കാൻ കിട്ടിയ ഒരു മൈക്ക്. ഇത് മേടിക്കാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. ബ്ലൂടൂത്ത് ഉള്ളതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന DJI Osmo Action 4 ആണ്. അപ്പോൾ ഈ Action 4ൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബ്ലൂടൂത്ത് ഉള്ളതുകൊണ്ട് വയറ് കണക്ട് ചെയ്യാതെ നമുക്ക് ഈ ഒരു മൈക്ക് മാത്രം മതി. അങ്ങനെ ഒരു മൈക്ക് മാത്രം മേടിക്കുന്നതിന് 13,000 രൂപയാണ് കാണിച്ചത്. പക്ഷേ ആ ഒരു 13 രൂപ ഞാൻ മുടക്കി കഴിഞ്ഞത് പിന്നെ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പിന്നെ C-Type കൊണ്ട് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അത് വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ പ്രിഫർ ചെയ്തതിൻ്റെ പ്രധാന കാര്യം. അപ്പോൾ ഇതിനകത്തൊരു റെക്കോർഡ് ബട്ടൺ ഉണ്ട്. അത് അപ്പം ഇവൻ പറയും എന്തായാലും ഉണ്ട് റെക്കോർഡ് ബട്ടൺ, പക്ഷേ ചുമലായിട്ട് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇത് റെക്കോർഡ് ബട്ടൺ ആണ്. 15 മണിക്കൂർ തന്നെ, അതായത് ഇൻറ്റേർണലായിട്ട് 8 GB മെമ്മറി വരുന്നുണ്ട്. C-Type ചാർജിങ് നമുക്ക് ഇവിടെ പുതിയതിന് കാണാൻ സാധിക്കും. ഇവനും ഒട്ടും പുറയിലല്ല, C-Type ചാർജിങ് ഉണ്ട്. ലൈറ്റ് സൈഡിലായി. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് ഇരിക്കുന്ന സമയത്ത് ഓണാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ ലൈറ്റ് ഇങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. ഇതാണെങ്കിൽ സൈഡിൽ വരുന്നുള്ളതുകൊണ്ട് ഫ്രണ്ടിലിരിക്കുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റ് കാണാൻ സാധിക്കത്തില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്റ്റാൻഡേർഡ്, ദാറ്റ്സ് ഓൾ. പിന്നെ ഈ റെക്കോർഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് ഇതിനകത്ത് വൈബ്രേറ്റർ ഉള്ളതുകൊണ്ട് ആ വൈബ്രേഷൻ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഒന്ന് കേൾപ്പിച്ച് തരാം.
കേട്ടോന്ന് അറിയത്തില്ല, ഒന്നും കേൾപ്പിച്ചേ. യെസ്, റെക്കോർഡ് ഓഫ്. ഓക്കെ, വിൻസ്ക്രീൻ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നല്ല കാറ്റൊക്കെ ഉള്ള ഏരിയാസിലൊക്കെ വരുന്ന സമയത്ത് മറ്റതിനെ അപേക്ഷിച്ച്, മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്കിയൊക്കെ വെക്കാൻ ഇച്ചിരി പാടായിരുന്നു. ഇത് ജസ്റ്റ് അതെ സംഗതി കിട്ടുകയല്ലേ, കാണാൻ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ഉണ്ട് കേട്ടോ. ഈ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മുതലെന്ന് പറയുന്ന കാഴ്ചയിൽ കുറേ കാര്യങ്ങളുണ്ട്. ലൈറ്റ്നിങ് പോർട്ടും ഉണ്ട്, നമ്മുടെ നോർമൽ സി ടൈപ്പ്. ഇത് ആസ് ഇറ്റ് ഈസ് സെയിം ആണ്, വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ RX യൂണിറ്റ് ഇത് ബാക്കിലോട്ടാണ്, ഇത് ജസ്റ്റ് ഊരിയെടുക്കാം കേട്ടോ, ചുമ്മാ ഊരിയെടുക്കുന്നതാണ്. എന്നാൽ മറ്റേ ടൈപ്പിന് ശരിക്കും ഇത് ഇങ്ങനെയല്ല. ഇതിന് ഈ താഴെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പോർഷൻ ഫിക്സഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ക്യാമറയിലോട്ടോ വല്ലതൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ആണ്. എന്നാൽ അതേ സ്ഥാനത്ത് ഇതിൽ നമുക്കിതൊരു ക്യാമറയിലോട്ടൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ ഇത് ഊരിയെടുക്കണം. അതായത് ഫസ്റ്റ് ഇത് ഊരിയെടുത്തതിന് ശേഷം എന്നിട്ട് വേണം നമുക്ക് ഇങ്ങനെ ഒരു സാധനം കണക്ട് ചെയ്യാൻ, ഇതെവിടെയെങ്കിലും കണക്ട് ചെയ്യണം. അതായത് ഒരു കോൾഡ് ഷൂ മൗണ്ട് നമുക്ക് വരുന്നത്. അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് അത് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ അതേ സ്ഥാനത്ത് ഇതിപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ടുണ്ട്, കൺവീനിയൻ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങ് കയറ്റി വെക്കാം. അതായത് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് പണി തുടങ്ങാൻ എളുപ്പമാണ്. റിസീവർ യൂണിറ്റ്സ് രണ്ടും ഓൺ തന്നെയാണ്. ഇവൻ നമുക്ക് ഒന്നുകൂടെ അടച്ചിട്ട് ഒന്ന് തുറക്കാം. ഇതും ഞാൻ പുറത്തോട്ട് വെക്കുകയാണ്. ബോക്സിനകത്താണെങ്കിൽ ഇത് കണക്റ്റ് ആകത്തില്ല. ഓക്കെ, ശരി. അപ്പോൾ ഇത് രണ്ടും ഞാൻ സൈഡ് ടു സൈഡ് ഞാൻ വെച്ച് കാണിക്കുന്നുണ്ട് വ്യത്യാസം. സ്ക്രീൻ സൈസ് തന്നെ നമുക്ക് ആദ്യം നോക്കാം. യെസ്, വ്യത്യാസമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഓർത്തിന് ചത്തൻ, അതായത് അവർ ജസ്റ്റ് ഇതേ സെയിം തന്നെയാണോ? അല്ല, സ്ക്രീൻ സൈസിന് ഇത് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് കുറവാണ്. ഓക്കെ, ഇനി നമുക്ക് പോർട്ടുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനകത്തൊരു ഔട്ടും ഹെഡ്ഫോൺ ജാക്കും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിലും അത് സെയിം കാണാൻ സാധിക്കും. പക്ഷേ ഔട്ട് നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഇവിടെ രണ്ടും ബ്ലാക്ക് ആയതുകൊണ്ട് ഏതിൽ കുത്തണം എന്ന് നോക്കുമ്പോൾ ഔട്ട് എന്ന് എഴുതിയിരിക്കുന്നത് നോക്കി കുത്തിയില്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ ആ ഒരു പ്രശ്നമില്ല. പിന്നെ ഇവിടെ ഒരു പവർ ബട്ടൺ സിംഗിളായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും പവർ ബട്ടൺ സിംഗിളായിട്ട് വന്നിട്ടുണ്ട്. സി ടൈപ്പ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ സി ടൈപ്പ് ബാക്കിലാണ്. അതായത് ചാർജിങ് സി ടൈപ്പ് കൊടുത്തിരിക്കുന്നത് ബാക്കിലാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജേഴ്സിന് ഡിഫറൻസ് ഉണ്ട്. കാരണം ഇത് ഈ കാണാൻ സാധിക്കും 4 ബട്ടൺ നേരെയാണ് വരുന്നത്, 4 കോപ്പർ പിൻസ്. ഇവിടെ 4 കോപ്പർ പിൻസ് ഒരു സ്ക്വയർ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് കൊണ്ട് നമുക്കൊന്ന് നോക്കണ്ടേ. അതായത് നമ്മൾ ബാഗിൽ എവിടെയെങ്കിലും ഇട്ടെന്ന് പറഞ്ഞാൽ ഇത് ഒരു കാരണവശാലും തുറക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഭാഗം ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം, അതായത് ഒരു ലോക്കാണ് ഈ വരുന്നത്, ഈ ലോക്കിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ഓരോ ഫംഗ്ഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആ ഫംഗ്ഷൻസ് ഇങ്ങനെ മാറ്റാം, ഇതിലേയും തിരിച്ച് നമുക്കിങ്ങനെ മാറ്റാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വരുന്ന മൈക്ക്, ഈ ഒരു കുഞ്ഞു മൈക്ക്, ഇവൻ സാധാരണ ഒരു മൈക്കല്ല, ഒരുപാട് പ്രത്യേകതയുള്ള മൈക്കാണ്. മാഗ്നറ്റിൽ പോലും പ്രത്യേകതയുണ്ട്. ഈ മാഗ്നറ്റ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പവർ കൂടുതൽ. ഇത് നോർമൽ ടൈപ്പ്. ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്ഷൻ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്വിച്ച്, പവർ സ്വിച്ച് വരുന്നുണ്ട്. ഈ സൈഡിൽ ഒരു റെക്കോർഡ് സ്വിച്ച് വരുന്നുണ്ട്. ചാർജ് ചെയ്യാൻ വേണ്ടി ഇതിനകത്തുള്ള സ്റ്റോറേജ് യൂണിറ്റ്, അതായത് 8 GB വരുന്ന ഈ ഒരു മൈക്കിനകത്തുള്ള സ്റ്റോറേജ് നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു USB പോർട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയൊരു മൈക്ക് യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ പറയുന്നത് ഇതിന് ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു മൈക്കിലോട്ട് മാറാൻ കാര്യം. കാരണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന DJIയുടെ Osmo Action 4 എന്ന് പറയുന്ന ക്യാമറയാണ്. ആ ക്യാമറയിലോട്ട് എപ്പോഴും ഈ ഒരു റിസീവർ നമുക്ക് കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാനിത് കണക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്ത് ആ ഒരു വള്ളിയും കൂടെ തൂക്കിയിട്ടുകൊണ്ട് നടക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് ഈ ഒരു മൈക്കിലോട്ട് മാറിയതിൻ്റെ കാര്യം. ഇതിൽ ബ്ലൂടൂത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് എത്ര റേഞ്ച് നമുക്ക് കിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കണക്ട് ചെയ്തുകൊണ്ട് എത്ര ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും അതും ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ, കിഡു എന്ന് പറഞ്ഞാൽ കിഡു നോയ്സ് ക്യാൻസലേഷനാണ്. കാരണം അതും ഞാൻ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ യൂസേജും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന DJIയുടെ Osmo Action 4 എന്ന് പറയുന്ന ക്യാമറ. ഇനി ഞാൻ ഈ ഒരു മൈക്ക് യൂണിറ്റ് മാത്രം ആ കേസിൽ നിന്ന് എടുത്ത കേസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു മൈക്ക് മാത്രം മതി എനിക്ക്. ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു ക്യാമറയും കൂടെ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഓണായി. ഓക്കെ, അപ്പോൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് ഇത് പെയർ ആയിക്കോളും. അപ്പോൾ ഇത് 1 ടൈം നമ്മൾ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇത് പെയർ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അന്നേരം തന്നെ പെയർ ആയിക്കോളും. ഇത് ബ്ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇത് പെയർ ആയി കഴിഞ്ഞാൽ ഒരു മെസ്സേജ് എഴുതി കാണിക്കും ഇത് കണക്റ്റഡ് ആണെന്നുള്ള രീതിയിൽ. അന്നേരം ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പവർ ബട്ടൺ ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ അതിൽ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ കളറായി. ഇതും പേഡാണ്, അതായത് ഇത് കണക്റ്റഡ് ആണെന്നുള്ളത് കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ആ മേളിൽ കൂടെ ഒരു പച്ച ഓടുന്ന കാണാൻ സാധിക്കും. ഹായ്, ഹലോ, നമസ്കാരം. ആ മേളിൽ കൂടെ ഒരു ലൈൻ, അതായത് ഈ ടോപ്പിൽ കൂടെ ഒരു ലൈൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം ശ്രദ്ധിച്ചോണം. ഞാൻ ഈ ഒരു ബട്ടണിൽ പവർ ബട്ടൺ, ഈ കാണുന്ന പവർ ബട്ടണിൽ ഒന്നുകൂടെ പ്രസ് ചെയ്തു. ആ ലൈറ്റ് ഗ്രീനായി. ഓക്കെ,
ഇനി ഞാൻ ഈ പറയുന്നത് ഇപ്പോഴാണ് ശരിക്കും നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയത്. ഇത് നോയ്സ് ക്യാൻസലേഷൻ. ഈ നോയ്സ് ക്യാൻസലേഷൻ്റെ ആവശ്യം എന്താണ്? കാരണം നമുക്കിപ്പോൾ ഈ പുറമേ ഉള്ള നോയ്സ് കേട്ട് കഴിഞ്ഞുള്ള ബുദ്ധിമുട്ട് ഓക്കെ സമ്മതിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഈ മൈക്ക് നോയ്സ് ക്യാൻസലേഷനിൽ ഓൺ ആയിരുന്നാൽ പോരെ. എന്തുകൊണ്ട് നോയ്സ് ക്യാൻസലേഷൻ നമ്മൾ ഓഫ് ആക്കിയിടുന്നു അല്ലെങ്കിൽ നോയ്സ് ക്യാൻസലേഷൻ വേണ്ടെന്ന് വെക്കുന്നു? ശരിക്കും ആ ഒരു കാര്യത്തിനുള്ളൊരു ആൻസർ നമ്മളൊരു ഒരു ക്രൗഡഡ് ഏരിയ അല്ലാത്തൊരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത്, ഒരു ആളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു മൈക്ക് മാത്രം നമ്മുടെ കയ്യിലുള്ളൂ എങ്കിൽ ഇത് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ട് ആ ടേബിളിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അവരോട് സംസാരിക്കുന്ന ഈ ഒരു മൈക്ക് ക്യാപ്ചർ ചെയ്തോളും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതാണ് ശരിക്കും നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്യേണ്ട കാര്യം. ആ ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. ഇനി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഡ് ലൈറ്റ് കാണുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ശരിക്കും ഇതുമായിട്ട് പെയർ ചെയ്യാത്ത സമയത്ത് എനിക്ക് ഈ ഒരു മൈക്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റെക്കോർഡിങ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അതിനുശേഷം എൻ്റെ ഫോണിലോട്ട് വേണമെങ്കിൽ വീഡിയോ മാത്രം റെക്കോർഡ് ചെയ്യാം. അവസാനം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും സിങ്ക് ചെയ്തെടുക്കാനും സാധിക്കും. ആ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. അതായത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ഒരു ഫുൾ കേസായിട്ട് പോകേണ്ട കാര്യമില്ല. ഈ ഒരു മൈക്ക് മാത്രം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എല്ലാം പരിപാടിയും നടക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇനി എനിക്ക് ഇതിനകത്ത് അഡീഷണൽ ഒരു മൈക്ക് ആഡ് ചെയ്യണം. അതായത് ഈ ഒരു യൂണിറ്റ് എനിക്കിവിടെ ചങ്കത്ത് ഇവിടെ വെക്കാനോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഡി ജെയുടെ തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വയറുള്ള ടൈപ്പ് മൈക്ക് മേടിക്കാൻ കിട്ടും. ആ ഒരു മൈക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ 3.5യുടെ ജാക്കും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ ഒരു ക്യാമറയിൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് നോക്കാം. ബ്ലൂടൂത്ത് ഡിസ്റ്റൻസ് എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത് നോക്കാം. അതിനകത്ത് തന്നെ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്തും ഓഫ് ചെയ്തുള്ളൊരു വ്യത്യാസം കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ക്യാമറയിലാണ് ഞാനിപ്പോൾ മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ആക്ഷൻ 4ലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ക്യാമറയിൽ, അതായത് ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ സോണി മൈക്കിൻ്റെ സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കേൾക്കാൻ വേണ്ടി പോകുന്ന ഈ ഡി ജെയുടെ മൈക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്യാൻസലേഷൻ, നോയ്സ് ക്യാൻസലേഷൻ വെച്ച് ഡി ജെ ഐ മൈക്കിൻ്റെ വെച്ചാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ കൂടി ഞാൻ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഡി ജെ ഐ മൈക്കിൽ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പോകുന്ന വാഹനങ്ങളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഏതൊരു ചെറിയ സൗണ്ട് ഉണ്ടെങ്കിലും അത് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഇപ്പം നോയ്സ് ക്യാൻസലേഷൻ ആണ്. അതായത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് പോവുകയാണ്. ഏതൊരു ഡിസ്റ്റൻസ് ചെല്ലുന്ന സമയത്താണ് ബ്ലൂടൂത്ത് കട്ടാകുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഏതായാലും ഞാൻ കുറച്ച് ദൂരം ഒന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കണം വർക്ക് ചെയ്യുന്നതും തീരുന്നത് ഏതൊരു ഡിസ്റ്റൻസ് വരെ എനിക്കത് കിട്ടുന്നുണ്ട്, ക്രോപ്പ് ചെയ്യാതെ മീൻസ് കട്ടാകാതെ കിട്ടുന്നുണ്ടെന്നുള്ളതും കൂടെ നമുക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഏതായാലും നടക്കുന്നത്. അപ്പം ഏതായാലും ഞാൻ ആഷിലിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ആഷിലിനത് കൃത്യമായിട്ട് നോക്കാൻ സാധിക്കും. എപ്പോഴാണത് കട്ടാകുന്നത് അന്നേരം ആഷിലിനോട് പറയും എന്നുള്ളതാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. അപ്പം ഏകദേശം ഇപ്പോൾ ബ്രേക്ക് ആയിട്ടുണ്ട്. ഇനി ഞാൻ തിരിച്ച് വരികയാണ്. ഓക്കെ, ബ്രേക്കായി. ഇപ്പം നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് നമ്മുടെ സോണി എന്നുള്ള സൗണ്ടാണ്. സോണി ശരിക്കും പറഞ്ഞാൽ ഒരു 500 മീറ്ററോളം സുഖമായിട്ട് കിട്ടും. കാരണം ഈ ഒരു വീഡിയോ, ഈ ഒരു മൈക്കിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഞാനിത് എനിക്കൊന്ന് ഹൈ റേഞ്ചിൽ എവിടെയോ പോയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ്. നല്ല രീതിക്ക് ബ്രേക്ക് ഇല്ലാതെ കിട്ടുന്ന ഒരു കാര്യം സോണി പക്കേ. പക്ഷേ നോയ്സ് ക്യാൻസലേഷൻ്റെ കാര്യത്തിൽ സോണി മോശമാണ്. ആ ഒരു കാര്യം കൂടി ഞാൻ എടുത്ത് പറയാം. മോശം എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് നല്ല രീതിക്ക് മോശമൊന്നല്ല, എന്നാൽ പൊതുവെ മോശമാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തോട്ടൊന്ന് ഓടിച്ചല്ല. ഇപ്പം കണക്റ്റായി. ഓക്കെ, ഇപ്പം ഇത്ര അടുത്ത് വന്നപ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും കവർ കണക്ട് ചെയ്തുകൊണ്ട്, അതായത് ഇതിൻ്റെ റിസീവർ കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവർ വരികയാണെന്നുണ്ടെങ്കിൽ എത്ര ദൂരം നമുക്ക് കിട്ടും. ഇപ്പോൾ ഏകദേശം നമുക്ക് കിട്ടിയൊരു ദൂരം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ആ ഒരു റിസീവർ കൂടെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര ദൂരം കിട്ടും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഈ റിസീവർ ഇനിയിപ്പോൾ നമ്മുടെ ഡി ജെ ഓസ്മോ ആക്ഷൻ ക്യാമറയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ ബ്ലൂടൂത്ത് മോഡ് ഓഫ് ആക്കണം. ഈ റെഡ് ബട്ടൺ, അതായത് നമ്മുടെ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്രീൻ ലൈറ്റ് വരും. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡാർക്ക് ഗ്രീൻ ആവും. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ലൈറ്റ് ഗ്രീൻ ആവും. ലൈറ്റ് ഗ്രീൻ ഉദ്ദേശിക്കുന്നതാണ് ശരിക്കും നോയ്സ് ക്യാൻസലേഷൻ ഓൺ. ഇപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്നതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് ഗ്രീൻ ആണ്. ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ ആവും. ഡാർക്ക് ഗ്രീൻ എന്ന് ഉദ്ദേശിക്കുന്നത് നോയ്സ് ക്യാൻസലേഷൻ ഇല്ല എന്നുള്ളൊരു ഓപ്ഷനാണ്. നോയ്സ് ക്യാൻസലേഷൻ ഓഫാണ്. ഒന്നുകൂടെ പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയി. ഇനി ഞാൻ ഈ ഒരു മൈക്ക് ഈ ഒരു ക്യാമറയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, ഈ സൈഡിലോട്ട് കണക്ട് ചെയ്താൽ മതി. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ഊരിയെടുക്കണം. ഇത് ഞാൻ ഊരിയെടുത്തു, പോക്കറ്റ് വെക്കുകയാണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, നമുക്കിതിനകത്ത് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ ലൈറ്റും കൂടെ ഇവിടെ തെളിഞ്ഞ് കാണും. ഒരു ചെറിയ യെല്ലോ ലൈറ്റും കൂടെ കാണാം. അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ട് പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആയിട്ടുണ്ട്. ആ യെല്ലോ ലൈറ്റ് പോയിട്ടുണ്ട്. ഇതിനകത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഒന്നുകൂടെ പ്രസ് ചെയ്യാം.
ഇവിടെ യെല്ലോ ലൈറ്റ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു വൈബ്രേഷൻ വരുന്നതാണ്. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഇത് ഇങ്ങനെ കണക്ട് ചെയ്താൽ മാത്രം മതി, കണ്ടോ. ഓക്കെ, ഇപ്പോൾ ഇവൻ കണക്റ്റഡ് ആണ്. കണക്റ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പടവും കാണിക്കും, കണക്റ്റഡ് ആണെന്നുള്ള രീതിയിൽ കാണിക്കും. മേളിൽ നമ്മുടെ വോയിസ് ഓടുന്നതും കാണാൻ സാധിക്കും. നോയ്സ് ക്യാൻസലേഷൻ ഞാൻ ഒന്നുകൂടെ ഓഫ് ചെയ്യുകയാണ്. നോയ്സ് ക്യാൻസലേഷൻ ഓഫാണ്, അതായത് ഇപ്പം കേൾക്കുന്ന സൗണ്ട് ഡി ജെയുടെ ആക്ഷൻ ക്യാമറയുടെ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ടുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. സോണിയുടെ ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കുകയാണ്. ഇപ്പം നോയ്സ് ക്യാൻസലേഷൻ ഓണാണ്, ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോപ്പ് ആയിരിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് ദൂരം ഒന്ന് പോവാണ്. ഈ ഒരു റിസീവർ കണക്ട് ചെയ്തുകൊണ്ട് എത്ര ദൂരം നമുക്ക് കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് നേരത്തെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആകുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ബ്രേക്ക് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഏതായാലും നടക്കാൻ തുടങ്ങുകയാണ്. ഓക്കെ, ആശിൽ നോക്കിക്കോണേ. അപ്പോൾ ഞാൻ ആശിലിനെ അവിടെ നിർത്തി. ഏറെക്കുറെ ഒരു 200 മീറ്ററോളം ഞാൻ നടക്കാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ബ്രേക്കോ കാര്യങ്ങളോ ഒക്കെ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം സംസാരിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ കൃത്യം നമുക്കത് അറിയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്, നിങ്ങൾക്കും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം വേണ്ട നമുക്കിപ്പോൾ സംസാരിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. ആശിലിനെ അവിടെ പോസ്റ്റാക്കി നിർത്തിയിട്ടുണ്ട്, അവൻ നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അസംപ്ഷൻ വെച്ച് ഈ ഒരു മൈക്ക് നല്ല രീതിക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം നമുക്ക് ഈ പറയുന്നത് പോലെ അഡാപ്റ്റർ, അത് ഒരു ട്രാൻസ്മിറ്റർ കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ 200 മീറ്റർ ഉദ്ദേശിക്കുന്ന ആ ഒരു പോയിട്ട് നമുക്ക് വ്യക്തമായിട്ടൊന്ന് നോക്കാൻ സാധിക്കും. ഇപ്പോഴും കിട്ടുന്നുണ്ട്. ആശിലോ കൈ കൊണ്ടൊന്നും കാണിക്കുന്നില്ല. യെസ് പറയുന്നത് ഞാൻ പിന്നെ വ്യക്തമായിട്ട് കൊടുക്കാം. ഏതൊരു മൈക്കിൽ നിന്നാണ് ഞാനത് കണക്ട് ചെയ്ത് പറയുന്നതെന്നുള്ളതും കൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന രീതിക്കാണ് ഞാനിപ്പം സംസാരിച്ചുകൊണ്ടേ പോകുന്നത്. സംസാരം നിങ്ങൾക്ക് ഇച്ചിരി ബോറാവുന്നുണ്ട്, കുറച്ചൊരു ലാഗ് വരുന്നുണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ ഈ ഒരു കാര്യം വ്യക്തമായിട്ട്, കാരണം നിങ്ങളിപ്പോൾ ഇതുപോലത്തെ ഒരു മൈക്ക് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് മൈക്ക് എടുക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിൽ വേണം. ഡി ജെയുടെ മൈക്ക് 1 കഴിഞ്ഞും ഒരുപാട് ഗുണങ്ങളും ഈ പറയുന്ന പോലെ ഒരു നോയ്സ് ക്യാൻസലേഷൻ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ആ ഫീച്ചർ ഏറ്റവും കൂടുതലുള്ളത് 2 തന്നെയാണ്. പിന്നെ പ്രൈസ് റേഞ്ച് കുറച്ച് കൂടുതലാണ്, പറയാതിരിക്കാനും പറ്റത്തില്ല. പ്രൈസ് റേഞ്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. ഡി ജെയുടെ പുതിയൊരു മൈക്ക് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, 3 അതിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ 3ക്ക് പ്രൈസ് കുറവാണ്, കമ്പാരിറ്റീവ്ലി ഒരുപാട് ഫീച്ചേഴ്സ് അതിന് കുറവാണ്. റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും വരുന്നില്ല, അതും ഒരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2 മേടിക്കുന്നത് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. ഇൻ കേസ് ചാർജിങ് നടക്കുന്നുള്ളതുകൊണ്ട് നല്ലൊരു പർപ്പസാണ്. പ്രത്യേകിച്ച് ബ്ലൂടൂത്ത് ഉള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. നമുക്കിത് ഫോണിലും കണക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഫോണിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ പ്രോ മോഡിൽ മാത്രമേ നമുക്ക് ഫോണിലത് കണക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ എപ്പോഴാണ് കണക്ട് ചെയ്തത്? ആക്ച്വലി ഇപ്പോൾ കണക്ട് ആയത് വന്നപ്പോൾ കണക്റ്റായി. അപ്പോൾ കണക്റ്റ് ആകുന്നതും മറ്റേ ബ്ലൂടൂത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ അടുത്ത് വന്നപ്പോഴാണ് കണക്റ്റ് ആയത് അല്ലേ, കുറേ അടുത്ത് വന്നപ്പോൾ. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഒരു ഡിസ്റ്റൻസ് അത് വിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ പെട്ടെന്ന് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് പറയാൻ സാധിക്കും. ഈ ഒരു ട്രാൻസ്മിറ്റർ വെച്ചുകൊണ്ട്, അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ ഓഫായി പോകാനോ അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡ് കൂടെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഇതിൻ്റെ റെക്കോർഡ് മോഡ് കൂടെ ഒന്ന് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതും ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും കൂടെ പറഞ്ഞേക്കാം. ഈ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടർ നമ്മളൊരു ഫോണിലോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഈ മൈക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ഇട്ടേക്കുക. ഇത് നമ്മൾ പ്രസ് ചെയ്ത് അതിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് താഴോട്ടിങ്ങനെ ഫ്രീ ആയിട്ട് ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഈ കണക്ടറിൻ്റെ ലൊക്കേഷൻ, ഈ കാണുന്ന ലൊക്കേഷൻ ഭയങ്കര സ്മൂത്തായിപ്പോയി, കുറച്ചൊരു ടൈറ്റ് ആകേണ്ടതായിരുന്നു. എന്നാൽ അതേ സ്ഥാനത്ത് 1 ആണെന്നുണ്ടെങ്കിൽ ഇത് ഊരിയെടുക്കണമെങ്കിൽ 2 കൈ കൊണ്ട് പ്രസ് ചെയ്ത് നമ്മൾ ഊരിയെടുക്കാനെടുക്കുന്നൊരു ബുദ്ധിമുട്ട്. ഈ ഒരു ഭാഗം ജസ്റ്റ് അതേ ഒന്ന് പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വലിയ ഫോഴ്സ് കൊടുക്കണ്ട, ചെറുതായിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങ് ഊരിപ്പോരും. അതൊരു നെഗറ്റീവ് സൈഡായിട്ട് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. ഈ ഒരു റിസീവറിനകത്താണെങ്കിൽ നമുക്ക് 2 ഔട്ടുണ്ട്. അതായത് ഒരു ഹെഡ്ഫോൺ ഔട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ പറയുന്നുള്ള ഒരാൾ ലോങ് പോവുകയാണെങ്കിൽ മൈക്കിൻ്റെ സൗണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്കിവിടെ ഒരു ഹെഡ്ഫോൺസ് കണക്ട് ചെയ്ത് നമുക്ക് കേൾക്കാൻ സാധിക്കും. പിന്നെ ഇതൊരു ഔട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ ക്യാമറാസിലോട്ടൊക്കെ ഇപ്പോൾ ഡി ജെയുടെ ഈ മൈക്ക് അല്ലെങ്കിൽ ഡി ജെയുടെ ക്യാമറയിലായതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ബ്ലൂടൂത്ത് വെച്ച് കണക്ട് ചെയ്യാൻ സാധിക്കും. അല്ല ഇനിയിപ്പം ഈ ഒരു റിസീവർ കണക്ട് ചെയ്യേണ്ട 2 മൈക്ക് ഒന്നിച്ച് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഈ ഒരു റിസീവർ
വേണം. കാരണം ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്നത് ഈ ഒരു റിസീവർ പിടിച്ചെടുക്കാൻ വേണ്ടി രണ്ടിനും ഔട്ടായിട്ട് കൊടുക്കാൻ വേണ്ടി ഈ ഒരു ഔട്ടിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറയുടെ കേസ് പറഞ്ഞായിരുന്നു, അതിൽ ഒരു മൈക്ക് മാത്രം ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഇപ്പം വന്നിരിക്കുന്ന DJIയുടെ ആക്ഷൻ 5 നമുക്ക് 2 മൈക്കും ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അന്നേരം ഈ ഒരു റിസീവറിൻ്റെ പോലും ആവശ്യമില്ലാത്തൊരു സാഹചര്യത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അതായത് ടെക്നോളജി വളരും തോറും ഓരോ കാര്യങ്ങളും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ നോയ്സ് ക്യാൻസലേഷൻ പക്കയായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ എപ്പോഴെങ്കിലും റേഞ്ച് കട്ടാവുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് മോഡിലോട്ട് പോയി ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റെക്കോർഡ് നടക്കുന്നുണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഫയൽസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു ഗുണം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻറ്റേർണൽ റെക്കോർഡിംഗ് എപ്പോഴും ഓൺ ചെയ്തിടുകയാണെങ്കിൽ, മെയിൻ വീഡിയോസ് പോലെയൊക്കെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും റെക്കോർഡിംഗ് ഓൺ ചെയ്തിരുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ഏതായാലും ഇത്രയാണ് എനിക്ക് ഈ ഒരു മൈക്കിനെ കുറിച്ച് പറയാനുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ ഇതിലെ ചാർജിങ് കേസ് ഉള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. കാരണം നമ്മുടെ ഇപ്പം ഒരു മൈക്കൊക്കെ ആയിരിക്കും ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മൈക്കിൻ്റെ യൂസേജ് ഏകദേശം എൻ്റെ ബാറ്ററി ചാർജും കാര്യങ്ങളൊക്കെ എനിക്കിവിടെ അറിയാൻ സാധിക്കും. ഈ ഒരു ഡിസ്പ്ലേക്ക് അത് വളരെ വ്യക്തമായിട്ട് മൈക്ക് 1 ആണോ മൈക്ക് 2 ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ചാർജ് എത്രയാണ്, അതിൻ്റെ റേഞ്ച് എത്രയാണ് എല്ലാം കാണിക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴാണ് ഇതിൻ്റെ ഒരു ചാർജ് കുറയുന്നത്, അല്ലെങ്കിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ചാർജ് കുറയുന്നത്, അന്നേരം അത് ഇതിനകത്തോട്ട് തിരിച്ച് കണക്ട് ചെയ്തിട്ട് അടുത്ത മൈക്ക് യൂസ് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് ഇപ്പം നിൽക്കുന്നതെന്ന് പറയുമ്പോൾ 34,990 റേഞ്ച് കുറയാൻ, അല്ലാതെ പ്രൈസ് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. ഏതായാലും നിങ്ങൾ ആമസോണിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇവിടെ താഴെ ഞാൻ പ്രോഡക്റ്റ് ഒന്ന് ടാഗ് ചെയ്തിട്ടേക്കാം, ആവശ്യമുള്ളവർക്ക് മേടിക്കാൻ സാധിക്കും. അതിൻ്റെ പുതിയ മോഡലിനും കുറച്ച് പ്രൈസ് കുറവുണ്ട്. അതും കൂടെ ഞാനിവിടെ താഴെ തന്നെ ഒന്ന് ടാഗ് ചെയ്തിട്ടോളാം.